ആഹാ, എന്തൊരു ഡാൻസ് ആയിരുന്നു, എന്തൊരു സ്റ്റെപ്പ് ആയിരുന്നു. ഈ ടാലന്റ് ഒന്നും ആർക്കും കിട്ടില്ലടാ. എന്തൊക്കെ പറഞ്ഞാലും പ്രേതങ്ങൾ തന്നെയാ. എടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ അത്? ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു, പക്ഷെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയെന്ന് പറയാം. വാ പോവാം. നീ പഞ്ചപാവാടാ. ഈ ഐഡിയ മനുഷ്യന്മാർക്കൊക്കെ, പക്ഷെ പ്രേതങ്ങൾക്ക് പറ്റില്ല. കൂടുതലൊന്നും ആലോചിക്കണ്ട, നീ വന്നേ വാ, നമുക്ക് എടാ, പോവാം. വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്, വിടടാ. പറഞ്ഞപ്പോ കേട്ടോടാ നീ. എങ്ങനെ വന്നിരിക്കുന്നത് നോക്ക്. ഓരോന്നിനും കാണുമ്പോ കാട്ടിലെ പ്രേതങ്ങളെ പോലെയുണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഒരു പ്രേതത്തെ എങ്ങനെ കല്യാണം കഴിക്കാനാ? നിങ്ങൾക്കൊന്നും ഒരു വിവരമില്ല. രാമസ്വാമി, സാറേ, നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടണ്ട. ഇടയിൽ ഞാനുണ്ടല്ലോ ബ്രോക്കർ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ, അവര് പറഞ്ഞത് ശരിയെന്ന് പറടാ. എന്താ? രാത്രി മുതൽ ഞങ്ങളുടെ വസന്തി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നീ പോയി സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കണമെന്നോ? അതെങ്ങനെയാടാ? ടിവിയിൽ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചെയ്യണം, ദേ ഇങ്ങനെ കൊടുക്കണം, പിന്നെ കെട്ടിപ്പിടിക്കണം. ഇതാണ് അവര് പറയുന്നത്. എടാ, പ്രേതങ്ങളാണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെയാടാ ഇതൊക്കെ ചെയ്യുന്നത്? പ്ലീസ് മേഡം, ദേഷ്യപ്പെടരുത്. ഞാനുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ, നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. കല്യാണം കഴിച്ചോടാ. താലി കെട്ടിയ പിന്നെ ഇവരെ കാണില്ല. ശരി, ഇവിടെ വെച്ച് തന്നെ കല്യാണം കഴിച്ചാൽ എല്ലാരും പോവോ? ഇവിടെ നിന്ന് നിസ്സാരമായിട്ട് പറയുന്നു. എന്റെ മകളുടെ കല്യാണം ആഡംബരമായി ആഘോഷമായി നടക്കണം. അതെ, പ്രേതത്തെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാലേ എല്ലാരും ചിരിക്കും. പോരാത്തതിന് പ്രേതത്തെ കെട്ടുക എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല ആഡംബരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ? ന്യായമുള്ളത് കൊണ്ടാ ചോദിക്കുന്നേ. എടാ, വേണ്ടടാ. എടാ, പറയുന്നതൊക്കെ ഇവൻ വേണ്ടെന്ന് പറയുന്ന തോന്നേ. പണി തീർന്നു തോന്നേ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, കല്യാണം ഉണ്ടാവില്ല, പിന്നെ ഒരു കോപ്പും ഉണ്ടാവില്ല. പോട്ടെന്ന് വിചാരിക്കുമ്പോ മെക്കിട്ട് കയറാൻ വരണം. കൂടി പോയാ നിങ്ങൾ എന്നെ കൊല്ലുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ കൊന്നേക്ക്, അല്ലെങ്കിൽ പൊയ്ക്കോ. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ മകളെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൾക്ക് സന്തോഷമായിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ആത്മാവും ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അതെ മോനെ, ആഗ്രഹം സഫലമായില്ലെങ്കിൽ പ്രേതങ്ങളായി മാറും. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം വസന്തിയുടെ കല്യാണമാണ്. നീ തന്നെ കല്യാണം കഴിക്കണമെന്ന് എന്തിനാ പറയുന്നറിയോ? കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വസന്തിക്ക് വരനെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള വിഷമത്തിലിരുന്ന ഞങ്ങൾക്ക് നിങ്ങൾ വരനായി വന്നപ്പോ ഒരുപാട് സന്തോഷം ഉണ്ടായി. ഞങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടും നിങ്ങളുടെ അമ്മാവിന് ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോ അതിലും അധികം സന്തോഷിച്ചു. നിന്റെ ഫോട്ടോ കണ്ടതും വസന്തിക്ക് നിന്നെ ഇഷ്ടമായി. നിന്നെ അവള് ഭർത്താവായി സങ്കല്പിച്ചു തുടങ്ങി. നിന്റെ കൂടെയാണ് ജീവിതം എന്ന് തീരുമാനിച്ചു. വസന്തിയുടെ വിവാഹം ആഡംബരമായി നടത്തണമെന്ന് ഒരുപാട് ആഗ്രഹത്തോടെ എല്ലാവരും നിന്നെ കാണാനായി വന്നു. പക്ഷേ വിധിയുടെ കളി കാരണം ഞങ്ങളുടെ ജീവൻ മാത്രമല്ല, ആഗ്രഹങ്ങളും കാറ്റിൽ പറന്നു. നിനക്ക് വേണ്ടിയാണ് വസന്തി കാട്ടിലേക്ക് വന്നത്. നിന്റെ കൂടെ ഇടപഴകാനും തുടങ്ങി. നീ അവളോട് സംസാരിക്കുമ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും അത് കണ്ട് അവൾ വളരെ സന്തോഷിച്ചു. നിനക്ക് ധൈര്യം വരാൻ വേണ്ടിയാണ് ആ മോഷ്ടാക്കളെ കൊണ്ട് നിന്നെ അടിപ്പിച്ചത്. നിന്നെ കൊല്ലാൻ വന്ന ആ മോഷ്ടാവിനെയും അവൾ കൊന്നു. അങ്ങനെ ഓരോ നിമിഷവും അവൾ നിന്നെ വീക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യാൻ കാരണം നിന്നോടുള്ള പ്രേമം കാരണമാണ്. പ്രേമം കൊണ്ട് മാത്രം. ഒരുപക്ഷെ അവൾ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം നീ അറിയുമ്പോൾ നീ അവളെ വിട്ട് വിലകി പോകുമോന്ന് ഓരോ മിനിറ്റും അവള് വേദനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് അറിയോ മോനെ? എനിക്ക് വേണ്ടിയാണോ നിങ്ങൾ എല്ലാരും മരിച്ചത്? കാട്ടിലൊരു തുണയായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചപ്പോ ജീവിതകാലം മുഴുവൻ തുണയായിരിക്കണമെന്ന് നീ കരുതിയല്ലേ? അതെ സർ, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത് ഒക്കെ സാറിനോടുള്ള സ്നേഹം കൊണ്ടാ. എന്റെ പ്രണയത്തിന് വേണ്ടിയാ ചെയ്തത്. ഇപ്പൊ എനിക്ക് തോന്നുക നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന്. നിന്നെ പ്രേമിക്കണമെന്ന് ഇപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നു. ഇപ്പൊ എന്റെ മനസ്സ് പറയാ നിന്നെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ഇതൊന്നും നടക്കില്ലെന്ന് ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട് വസന്തി. വസന്തി, ഒരേ ഒരു തവണ നിന്നെ കെട്ടിപ്പിടിച്ചൊന്ന് കരയണമെന്ന് തോന്നുന്നു.
മതി സർ, ഈ വാക്ക് കേട്ടാ മതി എനിക്ക്. സാറിനെ വിട്ട് ഒരുപാട് ദൂരം ഞാൻ പോയെങ്കിലും സാറിനോടുള്ള സ്നേഹം എനിക്ക് കുറയില്ല. ഈ ജന്മത്തിൽ എനിക്ക് സാറിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എന്നെക്കാൾ കൂടുതൽ കൃഷ്ണവേണി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവര് നമ്മളെ വിട്ട് അകലുമ്പോ ഉണ്ടാവുന്ന സ്നേഹം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും സർ. എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം കൃഷ്ണവേണിക്ക് കൊടുത്ത് സന്തോഷമായി ജീവിക്കും. ഇല്ല, രണ്ടുപേർക്കും ന്യായം കിട്ടുന്നത് പോലെ ചെയ്യാം. അമ്മാവാ, കൃഷ്ണവേണി എവിടെ? ഞാനും അതെന്നാടാ ചോദിക്കുന്നത്. എന്റെ മോൾ എവിടെ? ആ പിടിവാശി കള അമ്മാവാ. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കല്യാണം കഴിക്കണം. എവിടെ അവള്? നിനക്ക് കല്യാണം കഴിക്കണോ? ഒരു 5 മിനിറ്റ് നിൽക്ക്. പോലീസുകാർ വന്ന് വേണ്ട വിധത്തിൽ എന്റെ കല്യാണം കഴിപ്പിച്ചേരും. അമ്മാവാ, പ്രശ്നം നമ്മൾ തമ്മില, നടുവിൽ അവരെന്തിനാ? നിനക്ക് എനിക്ക് എന്താടാ പ്രശ്നം? പേടിത്തൊണ്ട. ഇനി പേടിത്തൊണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ ഇടി വെക്കുന്നു. സാറേ റൗഡികളെല്ലാം കൂടെ സാറിന്റെ മോളെ തട്ടിക്കൊണ്ട് പോവുക. അവരെന്തിനാ അവളെ തട്ടിക്കൊണ്ടുപോകുന്നേ? ഇപ്പൊ എന്താ ചെയ്യാ? കാര്യം മനസ്സിലായി. അമ്മാവൻ വിഷമിക്കണ്ടെന്നേ. മോളെ രക്ഷിക്കാൻ അമ്മാവനെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന പോലീസിനെ കൊണ്ടും പറ്റില്ല. കാരണം അന്ന് ആ കള്ളന്മാരെ ശരിക്കും പെരുമാറിയത് ഈ ഞാനല്ലാതെ അമ്മാവനെ സഹായിക്കാൻ ആരുമില്ല. ഒരു കാര്യം പറയാം, അമ്മാവന് സ്വന്തം മോളെ വേണമെങ്കിൽ അങ്ങയുടെ മോളെ എനിക്ക് എന്നെ കെട്ടിച്ചെന്നേക്ക്. ഓക്കെ? എല്ലാത്തിനേക്കാളും എന്റെ മോളാണ് എനിക്ക് പ്രധാനം. നീ ഇങ്ങനെ പറഞ്ഞല്ലോടാ മരുമോനെ. ശരി, അമ്മാവൻ പെട്ടെന്ന് റെഡിയായിട്ട് മണ്ഡപത്തിലേക്ക് വന്നേക്ക്. നീ പോയി എന്റെ മോളെ വിളിച്ചോണ്ട് വരൂ. ഞാനെന്തിനു പോണം? ഞാൻ റെഡിയാവണ്ടേ? കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ ആര് ചെയ്യും? അമ്മാവൻ പെട്ടെന്ന് വാ. ഇവൻ പോയി എന്റെ മോളാരെ വിളിച്ചോണ്ട് വരൂ. വളരെ സന്തോഷായി. എടാ രണ്ടുപേരിൽ ആരെയാടാ കല്യാണം കഴിക്കാൻ പോകുന്നേ? രണ്ടുപേരും കഴിക്കും. രണ്ടുപേരെ കല്യാണം കഴിക്കാൻ നീ ആരാടാ? ദേവേന്ദ്രൻ. അത് വിട്ടേക്ക് കൃഷ്ണവേണി എവിടെ? അവള് ഭയങ്കര ബിസിയാ, ഇപ്പൊ വരും. എടാ, എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നടക്കാതെടാ. ഭയങ്കര വൃത്തിയേടാണ്. ശരി, നിങ്ങളുടെ പ്രോബ്ലം എന്താ? എന്നെ എന്തിനാ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തത്? നിന്റെ രാജയ്ക്ക് വേണ്ടി. ആ രാജയൊന്നും വരില്ലടാ. അവൻ കല്യാണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാനാണ് പോകേണ്ടത്. എന്താടി ഡാൻസ് കളിക്കണേ? നിങ്ങളോടെല്ലാം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വേണമെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കേ. ഹലോ എടാ ബാലരാജ്, നിന്റെ മുറപ്പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നേക്കുവാ. നീ വന്നില്ലെങ്കിൽ അവളെ കൊന്നുകളയും. ചേട്ടൻ എപ്പോഴും ജീവനോടെ ഉണ്ടോ? ചേട്ടാ, നിങ്ങൾ നല്ല കള്ളന്മാരാ. അവിടുന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി മോഷ്ടിക്കാൻ നോക്ക്. എന്താ പറ്റിയേ? എടാ കോമാളികളെ, സമയം എന്തായി? 12:40. അങ്ങനെയാണെങ്കിൽ മുഹൂർത്തത്തിന് ഇനി 10 മിനിറ്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞുപോയി. ആ കെട്ടാരുടെ മുമ്പിൽ കെട്ടിയേ? ഞാനല്ല. വരൂന്ന് പറഞ്ഞ എവിടെ കാണുന്നില്ലല്ലോ. എന്താ രാജ്, എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് നീ ഒന്നും വന്നില്ലല്ലോ? നിന്റെ കളി എന്നോട് വേണ്ട. നീ വസന്തിയാണെന്ന് എനിക്കറിയാം. എടാ, എന്താ ഇത്? ട്വിൻസ് ആണോ? മാഡം നമസ്കാരം. എന്നെ ഓർമ്മയുണ്ടോ? സുഖമാണോ? അല്ല, ഫാമിലിയൊക്കെ എവിടെയാ? നമസ്കാരമുണ്ട്. ദേ വരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് മാറിയിരുന്നേ. VIP-കൾ വരുന്നുണ്ട്. അവരിവിടെ ഇരിക്കട്ടെ. എന്താടാ നിങ്ങൾ കണ്ടില്ലേ? VIP-കളാ വരുന്നത്. വരൂ, ഇരിക്കൂ. ഇവിടെ ഇരിക്കൂ. വേഗം വന്ന് ഇരിക്കുന്നേ. അവിടെ ഇരുന്നോളൂ. ഇരുന്നവരെ എഴുന്നേപ്പിച്ചു വിട്ടിട്ട് ഒഴിഞ്ഞ ചെയറുമായി സംസാരിക്കാം. അമ്മാവാ, നിങ്ങൾ കാണണമെന്ന് വിചാരിച്ചാൽ പോലും കാണാൻ പറ്റില്ല. അവര് വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. മാതിയടാ പോ. എടാ, ഇത് കല്യാണം വീടാ. അവരുടെ മേലെ എന്താ ചെയ്യുന്നത്? എടുക്കടാ, കൈയെടുക്കാനാ പറഞ്ഞ്. എടുക്ക. ഇവിടെ ആരാടാ ഉള്ളത്? നീ ആരോടാ സംസാരിക്കുന്നത്? എടാ, ഒരു കാര്യം ചെയ്യേ. നല്ലൊരാളെ കിട്ടിയിരിക്കുന്നത്. എൻജോയ് ചെയ്തോട്ടോ. അല്ല പിന്നെ എന്താ ഷർട്ടിന്റെ ബട്ടണൊക്കെ താനെ അഴിഞ്ഞിരിക്കുന്നു?
എന്താ കയ്യും വീശി വന്നിരിക്കുന്ന പാലെവിടെ? പാല് വേണോ എന്നെ വേണോ? തീറ്റ പണ്ടാരം. ശരി, നീ എന്താ സൈഡിൽ കിടക്കുന്നേ? പൂക്കള് ചതയില്ലേ, അതുകൊണ്ടാ. എടാ അറിവില്ലാത്തവനെ, ആദ്യ രാത്രിയാണെങ്കി പൂക്കൾ ചതയണം, പൊട്ട് മായണം, തലമുടി അഴിയണം, ഞാൻ കരയണം, മനസ്സിലായോ? നടുക്ക് വന്ന് കിടക്ക്, ഞാൻ നിനക്കൊരു ഉമ്മ തരാം. കണ്ണു മോടെ. എന്തോ തരാന്ന് പറഞ്ഞിട്ട് ഇനിയും തന്നില്ലല്ലോ. തന്നിട്ട് ഒരുപാട് നേരമായി. നീ ഇനിയും പോയില്ലേ? ഉം. എന്തേ? അവരുടെ ആഗ്രഹമൊക്കെ പൂർത്തിയായി, അതുകൊണ്ട് പോയി. അപ്പൊ എന്റെ ആഗ്രഹം നിന്റെ ആഗ്രഹം എന്താ? ആദ്യ രാത്രി. ആദ്യ രാത്രിയാണെന്ന് ഞാൻ എന്താ ചെയ്യണ്ട? ഇവനെന്താ ഇങ്ങനെ? എടാ രാജ, ഞാൻ ഇവിടെ നിൽക്കല്ലേ, നീ അവിടെ നോക്കി ആരോടെ സംസാരിക്കുന്നേ? ഇവൾക്കാണെങ്കിൽ അവളെ കാണാനും പറ്റില്ല. അനിയ ഇപ്പൊ കാണിക്കണ നിന്റെ സാഹസികത എല്ലാം